ഇപ്പം ഞാൻ ഈ വോയിസ് ഓവർ ചെയ്യുന്നത് കോയമ്പത്തൂരാണ്. ലീവ് കിട്ടുമോ കിട്ടില്ലേ എന്ന് വിചാരിച്ച് ലാസ്റ്റ് കിട്ടി. 7 മാസമായി ഞാൻ നാട്ടിലേക്ക് വന്നിട്ട്. പണ്ട് ഹോസ്റ്റലിലായിരുന്ന സമയത്ത് എല്ലാ 2-3 മാസത്തിൽ ഡൽഹിയിൽ നിന്ന് നാട്ടിലേക്ക് വന്നിരുന്ന ഞാനാണ് കേട്ടോ. ഇപ്പോൾ 7 മാസമായിട്ട് അമ്മ വന്നേ പിന്നെ നാട്ടിലൊന്നും വരാഞ്ഞത്. 7 മാസം ഇസ് റിയലി സച്ച് എ ലോങ് പീരിയഡ് ഫോർ മീ. എന്തായാലും ഞങ്ങളിപ്പോൾ കോയമ്പത്തൂരാണ്. അച്ഛൻ്റെ ബിസിനസ്സൊക്കെ ഇവിടെ ആയതുകൊണ്ട് ഞാൻ 1ാം ക്ലാസ് തുടങ്ങി എൻ്റെ MSc വരെ, അതായത് ഞാൻ ജീവിച്ചത് മൊത്തം കോയമ്പത്തൂരാണ്. അപ്പോൾ കോയമ്പത്തൂർ വരുമ്പോൾ എനിക്ക് എപ്പോഴും ഒരു നൊസ്റ്റു ഫീൽ തന്നെയാണ്. ആദ്യം എനിക്ക് കോയമ്പത്തൂർ ഇറങ്ങിയപ്പോൾ തന്നെ ചില ഫുഡ് സ്പോട്ട്സ് ഒക്കെ ഉണ്ട്, തമിഴ്നാട്ടിൽ മാത്രം കിട്ടുന്ന ചില ഫുഡ് സ്പോട്ട്. അപ്പോൾ അതൊക്കെ കഴിക്കണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. ഞാൻ അച്ഛയെ കണ്ടപ്പോൾ തന്നെ അതാ പറഞ്ഞത്, റോട്ടിക്കടയിൽ പോവാ അച്ഛയെന്ന്. ദാറ്റ് മീൻസ് തട്ടുകട. ഞാൻ എപ്പോഴും പോകാറുള്ള ബേക്കറി കിങ്സ് എന്ന് പറയുന്നതാണ്. പക്ഷെ അവിടെ എൻ്റെ സമയത്ത് നല്ലതായതുകൊണ്ട് ആ കട പൂട്ടിയിരിക്കുമായിരുന്നു. പിന്നെ ഞങ്ങൾ വേറെ ഒരു കടയിൽ പോയി, പക്ഷെ അവിടെ നല്ലതായിരുന്നു ഫുഡ്. ഞങ്ങൾ എന്നിട്ട് 2 കാളൻ ഓർഡർ ചെയ്തിരിക്കുന്നതുകൊണ്ട് കാണുന്നത് കുറേ മാസം കഴിഞ്ഞ് കണ്ടിട്ട് സന്തോഷമാട്ടോ അച്ഛയ്ക്ക്. ഇതാണ് കാളാൻ. കാളാൻ എന്ന് വെച്ചാൽ മഷ്റൂം വെച്ചിട്ടുള്ള ഇവരുടെ ഒരു ഡിഷാണ് കേട്ടോ. ഇത് നല്ല ടേസ്റ്റാണ്, എനിക്കിഷ്ടമാണ്. ഞാൻ നാട്ടിൽ വന്ന് കാളാൻ എന്ന് പറയുമ്പോൾ അവർ ഉദ്ദേശിക്കുന്ന കാളനാണ് കേട്ടോ. ഈ സദ്യക്കൊക്കെ വിളമ്പുന്ന കാളൻ അതല്ല, ഇത് മഷ്റൂം വെച്ചിട്ടുള്ള ഡിഷാണ്. ഇത് വേൽപൂരി പിന്നെ എനിക്ക് തോന്നുന്നു മിക്കവർക്കും അറിയാവുന്നത്. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. ഇത് ചൂടില്ലാത്തതും അത് ചൂടുള്ള ഐറ്റംസ് ആണ്. പിന്നെ ഞങ്ങൾ ഒരു നൂഡിൽസും പറഞ്ഞു. അപ്പോൾ കോയമ്പത്തൂരിലെ വിശേഷങ്ങൾ കാണാം കേട്ടോ.